ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി 127 സങ്കീർത്തനം 2 വാക്യം വായിക്കുന്നു. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ താമസിച്ച് കിടക്കുവാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിന്റെ ഭാരങ്ങളെ നേരിടുവാൻ അതിരാവിലെ ആരംഭിക്കുന്ന മനുഷ്യന്റെ അധ്വാനം പലപ്പോഴും പകൽ കഴിഞ്ഞും നീണ്ടുപോകുന്നു. ശരീരത്തിന് ന്യായമായി ലഭിക്കേണ്ട വിശ്രമം പോലും ത്യജിച്ച് സ്വന്തം കഴിവുകൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ജീവിതത്തിന്റെ വെല്ലുവിളികൾ നേരിട്ട് അവയെ പരിഹരിക്കുവാൻ തങ്ങളുടെ ആരോഗ്യത്തെ പോലും നശിപ്പിച്ചുകൊണ്ടുള്ള പ്രയത്നങ്ങൾ ചെയ്യുന്നത് വ്യർത്ഥമാണെന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഉപദേശിക്കുന്നു. തന്റെ പിതാവിന്റെ അഭിലാഷമനുസരിച്ച് യഹോവയാം ദൈവത്തിനു വേണ്ടി മനോഹരമായ ആലയം പടുത്തുയർത്തിയ ശലോമോൻ തന്നോട് സംസാരിക്കുകയും തന്നെ സർവ്വവിധ ജ്ഞാനത്താൽ നിറയ്ക്കുകയും ചെയ്ത ദൈവത്തെ മറന്ന് അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരുമായി വിവാഹബന്ധങ്ങളിൽ ഏർപ്പെട്ടു. മനോഹരമായ കൊട്ടാരങ്ങൾ പടുത്തുയർത്തുന്നതിലും വിശേഷപ്പെട്ട കുതിരകളെയും രഥങ്ങളെയും സമ്പാദിക്കുന്നതിലും മാത്രം അവന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനായി അത്യധ്വാനം ചെയ്തു. അവന്റെ ഭാര്യമാരുടെ സമ്മർദ്ദത്താൽ അവൻ അന്യദൈവങ്ങളെ ആരാധിച്ചു. തന്റെ ജീവിതാന്ത്യത്തിൽ ദൈവത്തെ കൂടാതെ സന്തോഷവും സമ്പാദ്യവും കെട്ടിപ്പടുക്കുവാനുള്ള കഠിനാധ്വാനങ്ങളൊക്കെയും വ്യർത്ഥമാണെന്ന് ശലോമോൻ തന്റെ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉദ്ബോധിപ്പിക്കുന്നു. മാത്രമല്ല, ദൈവത്തെ മാത്രം ആശ്രയിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടതെല്ലാം ദൈവം ഉറക്കത്തിൽ നൽകുന്നുവെന്ന് ശലോമോൻ സാക്ഷിക്കുകയും ചെയ്യുന്നു. സഹോദര സഹോദരി, ഊണും ഉറക്കവും വെടിഞ്ഞ് ജീവിത സന്ധാരണത്തിനായുള്ള നിന്റെ അത്യധ്വാനങ്ങളൊക്കെയും ദൈവത്തെ കൂടാതെയാണെങ്കിൽ അവ നിഷ്ഫലമാകുമെന്ന് നീ മനസ്സിലാക്കുമോ? അത് നിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും, സമാധാനം നഷ്ടപ്പെടുത്തും, ദൈവത്തിന് നിന്നോടുള്ള വാത്സല്യത്തെ നഷ്ടമാക്കും. അങ്ങനെ ദൈവകൃപയില്ലാതെ നീ കെട്ടിപ്പടുക്കുന്നതൊക്കെയും പൊട്ടിത്തകരുമെന്ന് ഓർക്കുമോ? നീ മറന്നുകളഞ്ഞ സ്നേഹവാനായ കർത്താവിന്റെ കാരുണ്യത്തിനു വേണ്ടി ഈ സമയത്ത് നിനക്ക് കേഴുവാൻ കഴിയുമോ?